അതുകൂടാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിനാൻസ് വിഷയത്തിലുള്ളതോ അല്ലെങ്കിൽ കോമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പെർട്ടിക്കുലർ ടെർമിനോളജി, ഒരു ജാർഗൺ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. അത് ഹലോ ഹായ് വെൽക്കം ടു എൻട്രി കോമേഴ്സ്. ദിസ് ഇസ് മീ ബിറ്റി സെബാസ്റ്റ്യൻ, യു ആർ ബീയിങ് വിത്ത്. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും ഔട്ട് ഓഫ് സിലബസ് എന്ന് കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഈവൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് നോക്കുക പോലും ചെയ്യില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷെ ഇത് നിങ്ങളുടെ കരിയറിനെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. അപ്പോൾ പോയാലോ? ഫസ്റ്റ് വൺ, നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കൂടിയും ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ മറ്റ് സ്ട്രീംസിലുള്ള കുട്ടികൾക്കും യൂസ്ഫുൾ ആണ്. ആൻഡ് ബികോം, MBA, MCOM പോലുള്ള PGs ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് പറയുന്ന 5 കാര്യങ്ങൾ. നമ്പർ 1 ഈസ് ലേൺ MS Excel, വേർഡ് ആൻഡ് ഗൂഗിൾ ഷീറ്റ്സ്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഇത് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ സബ്ജക്റ്റിൽ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും സ്കൂളുകളിലും കോളേജസിലും നടക്കാറില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ ചെറിയൊരു ഷോർട്ട് ടേം കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിട്ടാണെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ യു ക്യാൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റെസ്യൂം കുറച്ചും കൂടെ വാല്യൂബിൾ ആക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇത് നമ്മുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ മാനേജിങ് ഡാറ്റ പോലുള്ള ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് അധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മൈക്രോസോഫ്റ്റ് പ്രോഡക്റ്റുകൾ വലിയ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനുള്ള നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഈ പറയുന്ന +1 കൊമേഴ്സ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ടൈം ടേബിൾസ് സെറ്റ് ചെയ്യാം, നിങ്ങളുടെ പോക്കറ്റ് മണി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എക്സൽ ഷീറ്റുകളൊക്കെ യൂസ് ചെയ്യാം. അതിനകത്തുള്ള പല ഫോർമുലാസും പല ടെക്നിക്സും അതിനുവേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാം. സോ ഓഫ് കോഴ്സ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലാസ്സസിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ടേം സർട്ടിഫിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ടും ചെയ്തിരിക്കാം. ആൻഡ് ദെൻ വാച്ച് ഡെയിലി ബിസിനസ് ആൻഡ് ഫിനാൻസ് ന്യൂസ്. ഇത് കൊമേഴ്സുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ് നമ്മൾ ബിസിനസ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്തിടത്തോളം ഇതൊരു ജനറൽ അല്ലെങ്കിൽ കറണ്ട് അഫെയർസിൽ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന ഒരു പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങൾക്കും റിയൽ ലൈഫിൽ നല്ല കണക്ഷൻസ് ഉണ്ട്. ഇത് അക്കൗണ്ടൻസി ആണെങ്കിലും ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും ഒബ്വിയസ്ലി നമ്മൾ കറണ്ട് അഫെയർസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിനകത്ത് പഠിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആരും അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ഒരു ദിവസം മാറ്റിവെക്കാൻ പറ്റിയാൽ നമ്മുടെ സ്റ്റഡീസ് അത് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആകും. സോ ഒബ്വിയസ്ലി ഇതൊരു ഔട്ട് ഓഫ് സിലബസ് കാര്യം തന്നെയാണ്, എന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പോകെ പോകെ ഇതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ അതിന് ഇൻപുട്ട് കിട്ടും. ആൻഡ് ദെൻ ഒരു ജേർണൽ, ഏതെങ്കിലും ഒരു ബിസിനസ് ജേർണൽ ഇടയ്ക്കെങ്കിലും ഒന്ന് മറിച്ച് നോക്കാനായിട്ട് സാധിക്കട്ടെ. നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ് സ്റ്റാർട്ട് ബഡ്ജറ്റ് ആൻഡ് പോക്കറ്റ് മണി ട്രാക്കിംഗ്. ചെറിയ കുട്ടികളാണ്, 15 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇൻകം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ പോക്കറ്റ് മണിയും എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വിഷു കൈനീട്ടമായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. നമ്മൾ കിട്ടുന്ന പൈസ എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക, നമുക്കത് സേവ് ചെയ്യാൻ കിട്ടുമോ. 100 രൂപയാണെന്നുണ്ടെങ്കിലും അതിനെയും നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രകാരം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന 3 jar മെത്തേഡ് എന്ന് പറയുന്നത്. കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ 50% ഓഫ് കോഴ്സ് നമ്മൾ സേവ് ചെയ്തിരിക്കണം. സേവിങ്സിനായിരിക്കണം ഇപ്പോൾ കൂടുതലും മുൻതൂക്കം നിങ്ങൾ കൊടുക്കേണ്ടത്. ദെൻ 30% നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാം. ബാക്കി 20% നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചെറിയ സർട്ടിഫിക്കേഷൻ കോഴ്സുകളോ അല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റണം. വീണ്ടും പറയാണ്, പോക്കറ്റ് മണി എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആകണം എന്നില്ല. നമുക്ക് കിട്ടുന്ന ചെറിയ എമൗണ്ടിൽ പോലും ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബജറ്റും മണി മാനേജ്മെന്റ് സ്കിൽസും ഒക്കെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മണി മാനേജ്മെന്റ് ഹാബിറ്റ്സ്, ഫോക്കസിങ് ഓൺ ദി ഫിനാൻസ് ആസ്പെക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. നീഡ് വേഴ്സസ് വാണ്ട്സ് ചാർട്ട്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ എസെൻഷ്യൽസ് ആണ്. അതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. നമ്മുടെ വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബേസിക് നീഡ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ നീഡായിട്ട് വരേണ്ടത്. ഈ പറയുന്ന നീഡ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദിവസം മുന്നോട്ട് പോവില്ല എന്നൊരവസ്ഥ. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. നിങ്ങൾക്കത് മാറ്റി വെക്കാം. എനിക്കൊരു ഫോൺ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പെർട്ടിക്കുലർ സാധനം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വാണ്ട്സ് ആണ്. അതിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും ഇത് തമ്മിൽ കൃത്യമായൊരു ഡിഫറൻസ് കൊണ്ടുവരാനും പറ്റിയാൽ അതാണ് നിങ്ങളുടെ ഫസ്റ്റ് മണി മാനേജ്മെന്റ് സ്കില്ല്. അതില്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കോഴ്സസിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ചിന്തകളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. വീക്ക്ലി പോക്കറ്റ് മണി ബജറ്റിംഗ്. എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒന്ന് കൃത്യമായിട്ട് ബജറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങാം.
ഏകദേശം 100 മുതൽ 300 രൂപ നമ്മളെ കയ്യിൽ ഏതെങ്കിലും രീതിയിൽ പൈസ വന്നാൽ അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷനും സേവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, അത് സ്പെൻഡ് ആക്കാതെ സേവ് ചെയ്യാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ദെൻ പാരൻസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് മൈനർ അക്കൗണ്ട്സ്, ബാങ്കിൽ മൈനർ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിലൂടെ ഒരു ബാങ്കിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു പാസ്ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ചെക്ക് എങ്ങനെ എഴുതണം, എന്തൊക്കെ തരം ചെക്സ് ഉണ്ട്, ഒരു ബാങ്കിങ് ആക്ടിവിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒബ്വിയസ്ലി ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാര്യമായിട്ടുള്ള ഡെപ്പോസിറ്റ്സോ വിഡ്രോവൽസോ നടത്താൻ വേണ്ടിയിട്ടല്ലെങ്കിൽ കൂടിയും ആ ഒരു കാര്യം എന്താണെന്ന് അറിയാൻ നമുക്കിത് ചെയ്യാം. വീക്ക്ലി ഫിനാൻഷ്യൽ വേർഡ്, നമ്മൾ കൊമേഴ്സ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പല ടെർമിനോളജീസും നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകും സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ട്. അതുകൂടാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിനാൻസ് വിഷയത്തിലുള്ളതോ അല്ലെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പെർട്ടിക്കുലർ ടെർമിനോളജി, ഒരു ജാർഗൻ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. അത് നമുക്ക് ഒരുപാട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ ബിസിനസ് സ്കിൽസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന നിങ്ങൾ ചെറിയ കുട്ടികളാണ്, 15 മുതൽ 17 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും +1 അഡ്മിഷൻ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഏജിനെ അപ്രോപ്രിയേറ്റ് ആയ രീതിയിൽ വേണം ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഇങ്ങനൊരു വിഷയം അല്ലെങ്കിൽ ഇങ്ങനൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ വേണം എന്നുള്ള രീതിയിലേക്കല്ല ഇതിനെ മനസ്സിലാക്കേണ്ടതെന്നത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. ആൻഡ് ദെൻ ക്രിയേറ്റ് എ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഈവൻ എല്ലാ കാറ്റഗറിയിലുള്ള ജനറേഷൻസിൽപ്പെട്ട ആളുകളും ലിങ്ക്ഡിൻ ഇപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജിന് പറ്റുന്ന രീതിയിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇന്ത്യയിൽ 16 വയസ്സാണ് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം ഏജ്. അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. അതിലൂടെ നമുക്ക് പല ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേജസിലേക്കും ഫോളോ ചെയ്യാൻ പറ്റും. അവരുടെ ഇൻപുട്സും അവരുടെ കമ്മ്യൂണിക്കേഷൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഒരുപാട് നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പക്ക പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ചാനലാണ് ലിങ്ക്ഡിൻ. ഇത് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ഏജിലേക്ക് എത്തിയാൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഈ 5 കാര്യങ്ങളിലൂടെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? കുറച്ചധികം സ്കിൽസ് നിങ്ങൾക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, വൊക്കാബുലറി ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ട് നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്, എസ്പെഷ്യലി ഒരു പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റിൽ ഒരു മെയിൽ അയക്കുക അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദെൻ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻസ്, നമ്മൾ ക്ലാസ്സുകളിലെ അസൈൻമെൻറ്റ്സും സെമിനാർസും ഒക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. പക്ഷെ അതിലുപരിയായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് എടുത്ത് നിങ്ങൾക്ക് അതിനെ പ്രസൻറ്റേഷനായിട്ട് ചെയ്യാം. ജസ്റ്റ് ഫോണിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഡെമോ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനായിട്ട് അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പബ്ലിക് സ്പീക്കിംഗ്, ഒരു മിനിറ്റിൻ്റെ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്വയമേ റെക്കോർഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒരു വിഷയം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ തന്നെ അതൊന്ന് പ്രസൻറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ടാണ് ഈ ഏരിയാസിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്? ഓഫ് കോഴ്സ് ഇതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണ്. ഒരിക്കലും ഒരു ടീച്ചർക്കും ക്ലാസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. ഇത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ആണ്. ഇനി അങ്ങോട്ടുള്ള കാലം നമ്മൾ സ്കിൽസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ. സബ്ജക്റ്റ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും. സോ അതുകൊണ്ട് ഈ 5 സ്കിൽസും ചെറുതാണെങ്കിൽ കൂടിയും ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ കരിയറിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് മീ വിറ്റി സെബാസ്റ്റ്യൻ വൈൻഡിങ് അപ്പ്. താങ്ക് യു.